ലണ്ടൻ കേരളീയ സമാജം പവേർഡ് ബൈ കനേഡിയൻ മലയാള ശബ്ദത്തിലേക്ക് സ്വാഗതം. റിനോവേഷൻ ഒരു സിമ്പിൾ ടേമാണ്, പക്ഷേ അതിന് വളരെയധികം അർത്ഥമുണ്ട്. ഒരു വീട് നമ്മൾ എന്ത് വാങ്ങിച്ചാലും അത് റിയാലിറ്റി എന്ത് വിഷൻ നമ്മൾ മാറ്റുന്നതാണ് ഒരു റിനോവേഷൻ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജെ ഹോംസിൻ്റെ ഓണറായ ജോബിനെയാണ്. ഓക്കെ, ജോബി റിനോവേഷൻ രംഗത്ത് എത്ര നാളായി വന്നിട്ട്? ഞാൻ വന്നിട്ട് 2011 വന്നാണ് കാനഡയിൽ. പിന്നെ ഈ റിനോവേഷൻ വർക്ക് തുടങ്ങിയത് 2017 അപ്പോൾ ഒരു ഓൾമോസ്റ്റ് 8 വർഷമായിട്ടുണ്ട് ഈ പരിപാടി തുടങ്ങിയിട്ട്. സ്റ്റാർട്ടിങ്ങിൽ ഒരു റിനോവേഷൻ ആയിരുന്നു, ഇപ്പം ഹോൾ ബിൽഡിംഗ് എവറിത്തിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ ലണ്ടൻ മാർക്കറ്റ്? അത് ലണ്ടനിൽ മാത്രമാണോ അത് വേറെ എവിടെയെങ്കിലും എക്സ്പാൻഡ് ചെയ്ത് പോയിട്ടുണ്ടോ? ഈ ലണ്ടൻ മാർക്കറ്റിന് ലണ്ടൻ സറൗണ്ടിങ് ഏരിയ, സ്റ്റാത്രോയ്, സെൻറ്റ് തോമസ്, പിന്നെ സ്റ്റാറ്റ്ഫോർഡ് സറൗണ്ടിങ് ഏരിയയിലുണ്ട്. ഈ ഒരു റിനോവേഷൻ രംഗത്ത് വരുമ്പോൾ കുറേ അധികം കസ്റ്റമേഴ്സ് വരുമല്ലോ. അതും ഒരു കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷനാണ് നിങ്ങളൊരു ഡ്രീമായിട്ട് അച്ചീവ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന സമയം ഏതാ? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ലൈഫ് വരത്തില്ല. ഒരാൾ നമ്മൾ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ ആ വീട്ടിലെ എല്ലാ ജോലിയും, അതായത് ഇപ്പം നമ്മളിപ്പോൾ ചെറിയൊരു ഫ്ലോറിംഗ് ആയിരിക്കും പോകുന്നതെങ്കിലും നമ്മുടെ വർക്ക് അനുസരിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പം വാഷ്റൂം ചെയ്യും, ചിലപ്പം കിച്ചൺ റിനോവേഷൻ ചെയ്യും. അങ്ങനെ ഒരുപാട് താമസം എടുത്ത് ചെയ്യുന്ന പണികളുണ്ട്. കുറച്ച് 10 ദിവസത്തേക്ക് പോയി കഴിഞ്ഞാൽ 15 ദിവസം കഴിഞ്ഞേക്കാം അവിടെ നിന്ന് ഇറങ്ങുന്നത്. കാരണം അവർ നമ്മൾ ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം, പ്രൈസിൻ്റെ ആയിരിക്കാം, എനിക്കറിയത്തില്ല. ഹാപ്പിയാണ്. എന്തൊക്കെ സർവീസസാണ് നോർമലി പ്രൊവൈഡ് ചെയ്യുന്നത്? എല്ലാ വർക്കും ചെയ്യാറുണ്ട്. ഔട്ട് സൈഡിൽ ഇൻറ്റീരിയൽ വർക്ക്, വാഷ്റൂം, കിച്ചൺ, ഫ്ലോറിങ്, പിന്നെ റീമോഡലിങ്, പിന്നെ ഡെക്ക്, ഫെൻസ്, എനിക്ക് എന്താ പറയുക, ഡ്രൈവ് വേ, വാക്ക് വേ, ലാൻഡ്സ്കേപ്പിംഗ്, ഗ്രാസ് കട്ടിങ് ഇല്ല കേട്ടോ, ഗ്രാസ് കട്ടിങ് ഇല്ല. ബാക്കി എവറിത്തിങ് ചെയ്യാം, വി ഡു എവറിത്തിങ്. റൂഫിങ്, ഇതുപോലത്തെ ഗാരേജ് വർക്കുകൾ. ഇത് സെക്കൻഡറി ഉണ്ടാക്കിയതാണ്. ലീഗലായിട്ട് പുള്ളിക്ക് ഗാരേജ് ഇല്ലായിരുന്നു, അപ്പോൾ ഗാരേജ് വേണമെന്ന് പറഞ്ഞു ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താണ്. ഇത് 2 ഗാരേജിൻ്റെ സ്റ്റോറേജ്, 2 ഗാരേജാണ്. അത് പുള്ളി ഒരു വണ്ടി ഇടാൻ വേണ്ടിയിട്ടും പിന്നെ ഒന്ന് സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇങ്ങനെ ഒരു വർക്ക് വന്നാൽ ഇത് എത്ര ദിവസത്തെ പ്ലാനിങ് ആണ്? ഇത് പെർമിറ്റിന് ഒരു 3 to 4 വീക്സ് വേണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 2 വീക്സ് ഫിനിഷ് ആവും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് വിത്തിൻ എ മന്ത് എല്ലാം പെർമിറ്റ് ഉൾപ്പെടെ എല്ലാം കഴിയും അല്ലേ? ഓക്കെ, ഇപ്പം പുതിയതായിട്ടൊരു കസ്റ്റമർ വരുമോ, അപ്പം നിങ്ങൾ വല്ല എന്ത് രീതിയിലാണ് അവർക്ക് ആക്സസ് ചെയ്യുന്നത്? ലൈക്ക് നിങ്ങൾ A to Z കാര്യങ്ങളെല്ലാം അറിയുകയും വേണം, അതേ സമയത്ത് ഇവരുടെ എൻഡ് പ്രോസസ്സ് വരെ കൂടെ നിൽക്കണം. അല്ല, അവരിപ്പം ഒരാളെ ഇപ്പം ഞാൻ പറയട്ടെ, എക്സാമ്പിൾ ഞാൻ മാഡത്തിനെ ഹയർ ചെയ്യുന്നതിന് മാഡത്തിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവും, ഒരു കസ്റ്റമർക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്നെ പറ്റി ഒരു ഐഡിയ കസ്റ്റമർ മനസ്സിലുണ്ടാവും. ആ കസ്റ്റമറാണ് എന്നെ വിളിക്കുമ്പോൾ 90% പുള്ളിയുടെ മനസ്സിലുണ്ടാവും. ആ 10% ഉള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം. ആ 10%ലാണ് എൻ്റെ ബിസിനസ് മുന്നോട്ട് പോകുന്നതും അവർക്ക് എന്നെ ഇഷ്ടപ്പെടാൻ കാരണവും. എക്സാമ്പിൾ, ഈ വീട്ടിൽ പുള്ളിക്കാരൻ എന്നോട് എൻ്റെ ഫാമിലി ഫ്രണ്ടാണ്. പുള്ളിയോട് ഇതൊരു കോട്ടും ചോദിച്ചിട്ടില്ല, ഞാൻ കോട്ട് പറഞ്ഞിട്ടുമില്ല, പുള്ളിയോട് ചോദിച്ചിട്ടുമില്ല. പുള്ളിക്കറിയാം പുള്ളിയുടെ വർക്ക് നല്ല രീതിയിൽ കിട്ടുമെന്നാണ് പുള്ളിക്കറിയാം. എനിക്ക് പിന്നെ പുള്ളിയോട് അധികം ചോദിക്കാനും പറ്റത്തില്ല, എനിക്കുള്ള കൂലി കിട്ടിയാൽ മതി, എനിക്ക് അതേ ഹാപ്പി. അപ്പോൾ ഓൾറെഡി പേരിൻ്റെ സൈഡിലൊരു ഗുഡ് വിൽ ഉണ്ട്. ആര് ഹയർ ചെയ്താലും, ഇപ്പം എന്നെ അറിയാത്ത ആൾക്കാർ ഇപ്പം ഒരാളെ പിന്നെ അന്വേഷിച്ചിട്ടേ ഹയർ ചെയ്യുള്ളൂ. അപ്പം ഞാൻ ഇവിടെ ഇപ്പോൾ ജെ ഹോംസ് ഉള്ളത് എൻ്റെ പേരാണെങ്കിൽ പുള്ളി എന്തെങ്കിലും റിവ്യൂ നോക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും. ഒരു 90% പുള്ളിയുടെ മനസ്സിലുണ്ടാവും വിളിക്കുമ്പോൾ. ബാക്കി 10% ഞാൻ എൻ്റെ എക്സ്പ്രഷൻ അനുസരിച്ച്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതനുസരിച്ച്, എൻ്റെ വർക്ക് അനുസരിച്ചുള്ള ഇതാണ്. ജോബി ഇതിന് വരുന്നതിന് മുന്നേ വേറെ വല്ല ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇവിടെയോ? കാനഡയിലോ? ഇല്ല, കാനഡ ഉണ്ടായിരുന്നു. ഞാൻ PSW വർക്ക് ചെയ്തു, ഞാൻ ഡെലിവറി ആയിരുന്നു, ഗ്യാസ് സ്റ്റേഷൻ വർക്ക് ചെയ്തിട്ട്. ഇതൊരു ഫ്ലെക്സിബിൾ ടൈം ആയതുകൊണ്ട് ഇതിൽ തിരിഞ്ഞതാണ്. പിന്നെ ചെറിയ ഐഡിയ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു 5 വർഷ കാലഘട്ടം ഇൻ ദ ഫ്യൂച്ചർ ഈ ജെ ഹോംസ് എക്സ്പാൻഡഡ് ആണോ, അതോ ഇതിൻ്റെ കൂടെ സർവീസസിനകത്ത് ഇനിയും കുറേ സർവീസ്? എൻ്റെ മക്കളൊക്കെ വളർന്നു വരുന്നുണ്ടല്ലോ, അവർക്ക് ഇനിയിപ്പോൾ ബിൽഡറായിട്ടോ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 കോഴ്സ് കഴിഞ്ഞ് ഇനി 5 കോഴ്സ് കൂടെ ഉണ്ട്. അത് ഫിനിഷ് ആകുമ്പോൾ എനിക്ക് ബിൽഡർ ആകണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ കാശ് ഉണ്ടാക്കാൻ വേണ്ടിയല്ല, നമുക്ക് ഡ്രീം. സോ ഡ്രീം ടു സക്സസ്. മക്കൾക്ക് ഹാൻഡ് ഓവർ ചെയ്യണമല്ലോ. വേറെ ഒന്നുമല്ല, ഈ സർവീസസ് ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് എത്ര വർക്കേഴ്സ് ഉണ്ട് ഇവിടെ? വർക്കേഴ്സ് നമ്മൾ ഇപ്പം നിലവിൽ 7 ഉണ്ട്. അപ്പം നമ്മൾ ഡിപ്പെൻഡ് വർക്കാണ്. അപ്പം ആൾക്കാർ കൂടുതൽ വലിയ വർക്കാണെങ്കിൽ കൂടുതൽ ആൾക്കാർ ഹയർ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ പറ്റാത്തതാണെങ്കിൽ സബ് കോൺട്രാക്റ്റ് കൊടുക്കും. അപ്പം കസ്റ്റമർക്കും ഡിലേ ഇല്ലാത്ത കാര്യം നടക്കണമല്ലോ, ഒരു കോൺട്രാക്ട് ഇട്ടിട്ട് പോകല്ല. അപ്പം
ഇപ്പോൾ എന്നെ പറ്റിയൊരു കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ താമസിക്കുന്നു, എൻ്റെ വർക്കുകൾ താമസിക്കുന്നു എന്നുള്ള പരാതിയുണ്ട്. അപ്പം രണ്ട് കാര്യമുണ്ട് അതിനകത്ത്. നമ്മൾ വീട്ടിൽ വർക്കിന് പോകുമ്പോൾ പുള്ളിയുടെ വർക്ക് ഇഷ്ടപ്പെട്ടു ആഡ് ചെയ്യും ഓരോ വർക്കുകൾ. അപ്പോൾ ആ ഡിലേ വരുമ്പം എല്ലാം ഡിലേ ആവും. അതുകൊണ്ടാവട്ടെ, അല്ല വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം പുതിയതായിട്ട് ഒരാളെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ എന്ത് ബാക്ക്ഗ്രൗണ്ട് ചെക്കാണ് ചെയ്യുന്നത്? ബാക്ക്ഗ്രൗണ്ടില്ല, നമ്മളിപ്പോൾ ഒരാളെ ഹയർ ചെയ്യുന്നു, എല്ലാവരും ജീവിക്കാൻ കാനഡയ്ക്ക് വന്നതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ എൻ്റെ കൂടെ ഉള്ളതെല്ലാം മലയാളീസാണ്. എല്ലാവരും ജീവിക്കാൻ ബെറ്റർ ലൈഫിന് വേണ്ടി വന്നതാണ്. അപ്പോൾ അവർക്ക് ബെറ്റർ ലൈഫ് കിട്ടണം, അവർക്ക് ജീവിക്കാനുള്ള സാലറി കിട്ടണം, അത്രേ ഉള്ളൂ. ഇപ്പം ജോബി പുതിയ ഒരാളെ ഹയർ ചെയ്യുമ്പം ട്രെയിൻ ചെയ്തിട്ടാണോ അത് ഓൾറെഡി ട്രെയിൻഡ് ആയിട്ടുള്ള വ്യക്തിനെയാണോ എടുക്കുന്നത്? ഞാൻ രണ്ട് തരത്തിലുള്ള ആൾക്കാരെ എടുക്കാറുണ്ട്. ഞാൻ മറ്റേ ട്രെയിനുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ വേറെ കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് അവരുടെ ട്രെയിനിങ് അറിയണമെങ്കിൽ നമ്മുടെ ഒന്ന് വർക്ക് ചെയ്യാൻ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അവരെ നമ്മളെ ഇവിടെ നോക്കി പറ്റുന്നില്ലെങ്കിൽ ഹയർ ആ എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞിട്ടാണ് വരുന്നെങ്കിലും എക്സ്പീരിയൻസ് ഇല്ലെന്ന് നമുക്കറിയാം. എന്നാലും നമ്മളോട് കൂടെ നിർത്തി 2 മാസമൊക്കെ നോക്കും. മനുഷ്യൻ പറ്റുന്നില്ല, നമ്മൾ തള്ളിക്കളയും. ജോബിയുടെ അടുത്തൊരു കസ്റ്റമർ വന്നു. അറ്റ് ദ സെയിം ടൈം ഈ മണിയെല്ലാം ഒറ്റയടിക്ക് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ നിങ്ങൾ EMI രീതിയിലാണോ അതോ ഫൈനാൻസ് രീതിയിലാണോ നിങ്ങളുടെ പേയ്മെൻറ്റ് സിസ്റ്റം നടക്കുന്നത്? ഞങ്ങളിപ്പോൾ ഒരു രീതിയിൽ നടത്തുന്നില്ല. ഞാൻ ബാങ്കുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ബാങ്കാണ് ഈ കസ്റ്റമർക്ക് ലോൺ കൊടുക്കുന്നത്. ബാങ്ക് എനിക്ക് പേ ചെയ്യും. അപ്പം അവർക്ക് വെച്ചാൽ അത് ഇൻട്രസ്റ്റ് ബാങ്കിന് കൊടുക്കണം. ഞാനായിട്ടില്ല, ഒരു ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഞാനൊരു നമ്മളിപ്പോൾ ടെപ്രമാൻ പോയാലും പ്രൈവറ്റ് ബാങ്കാണല്ലോ അവർ പേ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ ബാങ്കുമായിട്ട് കസ്റ്റമർ ബാങ്കുമായിട്ടും ബാങ്ക് ഞാനുമായിട്ടായിരിക്കും ഡീൽ ഉണ്ടാവുക. അപ്പോൾ ഞാനൊരു മീഡിയേറ്റർ മാത്രമേ ഉള്ളൂ. ഞാനൊരു പ്രൊജക്റ്റിൻ്റെ എസ്റ്റിമേറ്റ് കൊടുക്കുന്നു, ബാങ്ക് അല്ല അവർക്ക് ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ ലോണായിട്ട് കൊടുക്കുന്നു. അത് ബാങ്ക് എനിക്ക് തരും, നിങ്ങൾ EMI ആയിട്ട് തിരിച്ച് ബാങ്കിന് അടയ്ക്കണം. ഓക്കെ, ഡയറക്റ്റ് വരുന്ന കസ്റ്റമേഴ്സും ഉണ്ടോ? ഉണ്ട്, അത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഫ്രണ്ട്സ് നടക്കണം. അതൊക്കെ നമ്മൾ മൗത്ത്സ് ഈ പെർമിറ്റിനെ പറ്റി പറഞ്ഞല്ലോ, ഇത് ജോബി തന്നെ എടുക്കുമോ അത് നിങ്ങൾ വരുന്ന ഹയർ ചെയ്ത കസ്റ്റമേഴ്സ് എടുക്കുമോ? അത് 2 ഓപ്ഷൻ ഉണ്ട്. ചില കസ്റ്റമർ എന്നെക്കാളും എഡ്യൂക്കേഷൻ ആൾക്കാരുണ്ട്, അവർക്ക് സിറ്റിയായിട്ട് ബന്ധമുണ്ട് അല്ലെങ്കിൽ ഈ ബിൽഡിങ്ങിനെ പറ്റി ബന്ധമുണ്ട്. അവരെന്ത് ചെയ്യുക അവരുടെ ഐഡിയയിൽ അവർ ഡിസൈൻ ചെയ്തിട്ട് പെർമിറ്റ് എടുത്ത് നമുക്ക് തരുമെന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മളോട് പറയും ജോബി ഇതെനിക്ക് ഒരു ഗ്യാരേജ് ഇവിടെ ഇതുപോലെ എക്സാമ്പിൾ ഒരു ഗ്യാരേജ് വേണം, അതിനെന്താ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തോ. അപ്പം ഈ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു ജോബി എനിക്ക് ഗ്യാരേജ് വേണം, ഞാൻ പെർമിറ്റ് എടുത്ത് ഡിസൈനറെ കൊണ്ടുവന്ന് എഞ്ചിനീയറെ കൊണ്ടുവന്ന് പെർമിറ്റ് എടുത്ത് അപ്ലൈ ചെയ്ത് പെർമിറ്റ് കിട്ടിയ ശേഷമാണ് നിങ്ങൾ പണി തുടങ്ങിയത്. അപ്പോൾ അത് ഓരോരുത്തർ കസ്റ്റമറുടെ ഇഷ്ടമാണ്. നമ്മുടെ ഇപ്പം ഞാൻ ഒരു പഴയ നാട്ടുകാപ്പുറത്ത് തന്നെ ചെറിയ വിദ്യാഭ്യാസമുള്ള ആൾ, എന്നെക്കാളും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഇവിടെയുണ്ട്. അവരുടെ ഐഡിയ വ്യത്യാസമുണ്ട്, എൻ്റെ ഐഡിയ അല്ല അവരുടെ ഐഡിയ. അപ്പോൾ അവർക്ക് കുറച്ച് നോളജ് ഉണ്ടാവില്ല ബിൽഡിങ്ങിനെ പറ്റി. ഇപ്പം നമ്മൾ പുതിയ വീട് കഴിയുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, പുല്ല് വെക്കണം അല്ലെങ്കിൽ ചെടി വെക്കണം എന്ന് പറഞ്ഞാൽ. അപ്പം ബിൽഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ അപ്പം ബിൽഡിങ്ങിനുള്ളിലായിക്കോട്ടെ ഇൻറ്റീരിയറിലായിക്കോട്ടെ സ്ട്രക്ചറിനെ ബാധിക്കാതെ എല്ലാ കേസും നമുക്ക് ചെയ്യാം. എൻ്റെ റൂമിൻ്റെ സൈസ് ആക്കാം, പിന്നെ വാഷ്റൂം മാറ്റി ഉണ്ടാക്കാം, വേറെ റൂമിലുണ്ടാക്കാം. ഇൻറ്റീരിയർ സ്ട്രക്ചറെ ബാധിക്കാത്ത എന്ത് കേസ് നമുക്കുണ്ടാകാം. പക്ഷേ സ്ട്രക്ചറെ ബാധിക്കുന്ന കേസിന് പെർമിറ്റ് എടുക്കണം. ഇവൻ വിൻഡോ കട്ട് ചെയ്യാനാണ് ഡോർ കട്ട് ചെയ്യാനാണ് അതിൻ്റെയൊക്കെ എല്ലാം നമ്മൾ പറഞ്ഞാൽ മതി, നമ്മൾ വന്നിട്ട് ചെയ്തു തരും. ഇവിടെ വന്നപ്പോൾ ഒരു മെഷീൻ കണ്ടു, ഇതെന്താണ്? അത് ഒരുപാട് ഇതിനകത്ത് മൊത്തം ടൂൾസാണ്. വിത്തൗട്ട് ടൂൾസിൽ ഒരു പണി നടക്കില്ല ഇവിടെ, നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ. ഇപ്പോൾ ടൂൾസാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ടൂൾസ് ഇല്ലാതെ നമ്മുടെ പണി ഫാസ്റ്റ് ആകത്തില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ ഫിനിഷിങ് കിട്ടത്തില്ല. അപ്പോൾ അതിന് വേണ്ടി മേടിച്ച് വെച്ചാണ്. ഇതിൽ വലിയ കോസ്റ്റ്ലിയാണ്. അതിന് $1,000 ഉണ്ട്, ഇതിന് $1,000 ഉണ്ട്. അതിനുള്ളിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഫ്ലോറിംഗ്, ബേസ്മെൻറ്റ്, കിച്ചൺ, വളരെയധികം സർവീസസ് ഉണ്ടല്ലോ. ഇതിൽ ഏറ്റവും കൂടുതൽ കോട്ട് വരുന്ന ഏത് സർവീസാണ്? കോട്ട് വരുന്നതല്ല, നമ്മളൊരു വീട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. ഈ ഫ്ലോറിംഗ് എന്ന് പറഞ്ഞാൽ പുതിയ വീട് എടുത്ത് ചിലപ്പോൾ അവർക്ക് കാർപ്പറ്റ് ആയിരിക്കും, അപ്പോൾ അവർക്ക് കാർപ്പറ്റ് അലർജി ഉണ്ടാകും. കാർപ്പറ്റ് മാറ്റി അവർക്ക് ഫ്ലോറിംഗ് വേറെ ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്. പിന്നെ പുതിയ വീട് എടുത്ത ശേഷം ഫെൻസ് ഇല്ല, ഡെക്കില്ല, അതിൻ്റെ എൻക്വയറി വരാറുണ്ട്. പിന്നെയുള്ള പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഞാനൊരു വീട് വാങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഇഷ്ടപ്പെട്ട പെയിൻറ്റ് അല്ലായിരിക്കും ചിലപ്പോൾ ഉള്ളിലുണ്ടാവുക. അപ്പോൾ അവർ മൂവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പെയിൻറ്റ് മാറ്റണം. പിന്നെ വീട് വിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മോഡിഫൈ ചെയ്യുമല്ലോ. കാരണം ഇപ്പോൾ എൻ്റെ വീട് വിൽക്കാൻ ആഗ്രഹമുണ്ടെന്ന് വെച്ചോ, അവർക്ക് അത് വിൽക്കണമെങ്കിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പെയിൻറ്റ് മാറ്റി പെയിൻറ്റ് അടിച്ച് വിൽക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്ന കിച്ചനാണ്. അപ്പോൾ നിങ്ങളായിക്കോട്ടെ ഒരു കിച്ചൺ നമുക്ക് ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കിച്ചണല്ല ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അവർക്ക് റീമോഡലിങ് ചെയ്യണമെങ്കിൽ അത് മാറ്റി പുതിയ വെക്കും. എല്ലാം ഇപ്പോൾ ഒരു വീട്ടിലെല്ലാം പണിയും ചെയ്യേണ്ടി വരും മിക്കവാറും പോയി കഴിഞ്ഞാൽ. അതാണ് ഇതെല്ലാം വിറ്റേക്കുന്നത്, അതായത് കഴിഞ്ഞിട്ടേ ഇറങ്ങി വരുള്ളൂ. ചേട്ടൻ ജോബിയോട് ചോദിക്കാൻ ഒരു പറ്റിയ ക്വസ്റ്റ്യൻ പറയാം. ഒരു പുതിയ വീട് നമ്മൾ എടുക്കുമ്പം അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പുതിയൊരു വീട് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻകമാണ് എക്സാമ്പിൾ നമുക്ക് അടയ്ക്കാൻ പറ്റുമോ എന്ന് ആദ്യം നോക്കണം. പിന്നെ പിന്നെ വന്നിട്ട് നല്ലൊരു റിയൽറ്ററെ കണ്ടുപിടിക്കുക. ആ റിയൽറ്റർ ആയിരിക്കും നമ്മുടെ മുമ്പോട്ടുള്ള. ഇപ്പോൾ എനിക്ക് ഒരു റിയൽറ്റർ ഇഷ്ടപ്പെട്ടു, ആ റിയൽറ്റർ ആയിരിക്കും നമ്മൾ ട്രസ്റ്റ് ചെയ്യണം പുള്ളിയെ. നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ റിയൽറ്റർ നമ്മൾ ചതിക്കില്ല. കാരണം 2 കാര്യമുണ്ട്. റിയൽറ്റർമാർ നമ്മൾ വിചാരിക്കുന്ന പോലെ അവർക്കെല്ലാം ബിസിനസ്സാണ്.
എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ബിസിനസ്സാണ്. പക്ഷേ നമ്മളതിനെ ട്രസ്റ്റ് ചെയ്യാണ്. ഇപ്പോൾ ഈ പുള്ളിക്കാരൻ എനിക്ക് വീട് തന്നു, പുള്ളിനെ ട്രസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിനകത്ത് ചീറ്റിംഗ് ഉണ്ടാകാൻ പാടില്ല. അതുപോലെയാണ് റിയൽറ്റർമാരും. ആരും ചീറ്റ് ചെയ്യരുത്. ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളെ വിശ്വസിച്ച് നമ്മൾ പുതിയ വീട് പോകാം, നമുക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അറിയത്തില്ലല്ലോ, മേഡത്തിന് അറിയത്തില്ലല്ലോ. വീട് വാങ്ങുമ്പോൾ അതിന് 2 കാര്യമുണ്ട്. ഇപ്പം വില, അല്ലെങ്കിൽ നെയ്ബർ മേടിച്ച വില, അല്ലെങ്കിൽ അവിടെ വിറ്റ വില, അതൊക്കെ കണ്ടുപിടിക്കുക. വീടിനെ പറ്റി ഓരോ റിയൽറ്റർക്ക് ഒരുപാട് അറിയാം. കാരണം അവർ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ ആ ഡോർ ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല, ഫ്ലോർ ശരിയല്ല, അത് അവരാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് വ്യൂ പോയി നമുക്ക് ആദ്യം ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും പെട്ടെന്ന് കാണുമ്പോൾ. ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് കാണുമ്പോൾ ഇതില്ലേ, ഇപ്പോൾ ഉള്ളോട്ട് പോകുമ്പോൾ ഇതിൻ്റെ പല സ്ഥലങ്ങളും സ്ക്രൂ ചിലപ്പോൾ കുറവായിരിക്കാം. അത് നമുക്കറിയാം, സ്ഥിരമായി പോകുന്നവർക്കറിയാം. അപ്പോൾ അതുപോലെയാണ് റിയൽറ്റർമാരും. നല്ല റിയൽറ്റർ കണ്ടുപിടിക്കുക, നല്ല ട്രസ്റ്റബിൾ ആയിട്ടുള്ള, അത് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ട്രസ്റ്റബിൾ ആയിട്ടുള്ള കണ്ടുപിടിക്കുക, നല്ല വീട് കിട്ടും. ഈ സൈറ്റ് ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, ഇതിനെപ്പറ്റി കൂടുതൽ വിശേഷങ്ങളൊന്ന് പറഞ്ഞു തരുമോ? ഈ സൈറ്റ് എന്ന് പറഞ്ഞാൽ വേണം ഞാൻ പഴയ ഫോട്ടോ കാണിച്ചത്. ഇത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇതൊരിങ്ങനൊരു ആസ്ഫാൾട്ടിൻ്റെ ഒരു റോഡായിരുന്നു. അത് പകുതി പൊട്ടിപ്പൊളിഞ്ഞായിരുന്നു. ഇവിടെ ഞങ്ങൾ പണ്ട് ഡെക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റുഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഷെഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം പൊളിച്ച് കളഞ്ഞ് ഇത് എംപ്റ്റി സ്പേസ് ആയിരുന്നു. അത് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് നല്ല പൈസ മുടക്കിയിട്ടുണ്ട് പുള്ളിക്കാരൻ ഇത് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ ആക്കിയെടുത്തു. ഇപ്പം ഇതാണ് പുള്ളിയുടെ ഡ്രീം. പുള്ളിക്ക് ഇത് വണ്ടി പാർക്ക് ചെയ്യണം, പിന്നെ കുറച്ച് സ്റ്റോറേജ് വെക്കണം. ഓക്കെ. ലണ്ടനിൽ വളരെയധികം റിനോവേഷൻ കമ്പനികൾ എന്തായാലും ഉണ്ട്. ലണ്ടനിലല്ല, പൊതുവേ നമ്മുടെ കാനഡ റീജിയനിലെല്ലാം. എങ്ങനെയാണ് JJ ഹോംസ് മറ്റുള്ള കമ്പനിയുമായിട്ട് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്? അത് 2-3 കാരണങ്ങളുണ്ട്. ഒന്നിൻ്റെ ഒരു ബന്ധങ്ങളായിരിക്കാം. ഒന്നിൻ്റെ ഒരു നമ്മളെന്താ പറയുക, കസ്റ്റമർ നമ്മൾ ബിസിനസ് അല്ല മാത്രമല്ല എനിക്കുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ വന്നു, ഈ വീട്ടിൽ വന്നു, ഞാൻ ഫാമിലി ഫ്രണ്ടായി, ഞങ്ങൾ പിള്ളേരായിട്ട് ബന്ധങ്ങളുണ്ട്. അപ്പം മണിയല്ല ഇമ്പോർട്ടൻറ്റ്, ബന്ധങ്ങളാണ്. അപ്പോൾ എനിക്ക് ഒരു പണി കൊണ്ട് തീർത്ത് പോകാനല്ല, പുള്ളിക്ക് ഇനിയും പണി വരും. ഇപ്പോൾ ഈ വീട് മാറി റെസ്റ്റ് ചെയ്ത് പോകുമ്പം ആ പണി പിന്നെയും തരണം എന്നുള്ള തോന്നൽ പുള്ളിക്കുണ്ടാവണം. ആ ബന്ധങ്ങൾ ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ പഴയ ബന്ധങ്ങളല്ല, ഇപ്പോഴും അവരുമായിട്ട് പണ്ട് ഞാൻ 7 വർഷം മുമ്പ് പണി ആൾക്കാർ ഇപ്പോഴും ബന്ധങ്ങളുണ്ട്. അതാണ് ബിസിനസ്സിൻ്റെ വേണ്ടത്. അല്ലാതെ ഈ പൈസയ്ക്ക് മാത്രം പണിയെടുത്ത് പോകുന്നല്ലോ. സോ ജോബി എവിടെ പോയാലും യു ക്രിയേറ്റ് എ ഫാമിലി ഓവർ ദർ. അതാണ് മെയിൻ ടാഗ് ലൈൻ. ഇതാണ് ഇപ്പോൾ നടക്കുന്ന വർക്ക് സൈറ്റ്. ഇത് 2-3 ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്യും. ഇന്ന് ഗാരേജ് ഡോർ ഇൻസ്റ്റാൾ ചെയ്യണം, പിന്നെ അങ്ങോട്ട് ഡോർ അവിടെ ഉണ്ട്. വർക്കൊക്കെ 2 ദിവസം തീർക്കും. പിന്നെ ഞങ്ങൾ ഭാവിയിൽ ഇത് ഹീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റലേഷനൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അതിപ്പോൾ ഇല്ല, അത് നെക്സ്റ്റ് വീക്കിലേ ഉള്ളൂ. എനിക്ക് കുറച്ച് പണി തിരക്കുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ചെയ്യും. ഇതാണ് ഞങ്ങളുടെ സാരഥികൾ. 24/7 അവൈലബിൾ ആണ്, എപ്പോൾ വിളിച്ചാലും കിട്ടും. കാരണം വേറെ പണിയൊന്നുമില്ലോ അപ്പോൾ കേട്ടോ. അപ്പോൾ രാത്രിയില്ല, 7 to 7 ആണ് ഞങ്ങൾ വർക്കിംഗ് ടൈംസ്. അപ്പം ആ സമയത്തുണ്ട്. സൺഡേ ഞങ്ങൾ ചെയ്യാറില്ല, മൺഡേ ടു സാറ്റർഡേ ആണ്. എല്ലാവർക്കും സമ്മറല്ലേ, എല്ലാവർക്കും തിരക്കുകളുണ്ട്. നമുക്ക് ഈ എംപ്ലോയീസിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ദേ ആർ റിയലി ഹാപ്പി. അപ്പം തന്നെ മനസ്സിലാവും എന്തോരം യു ആർ ടേക്കിംഗ് എഫേർട്ട് ഫോർ ദം. സോ അതേപോലെയാണ് ഈ വർക്ക് എന്തായാലും അത്ര എഫേർട്ടായിരിക്കും ഇതിലെടുക്കുന്നത്. സോ JJ ഹോംസിൻ്റെ ഗുഡ് വിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ലണ്ടനിലല്ലേ? ആയിരിക്കാം. ലണ്ടൻ ഒണ്ടാരിയോ റീജിയനിൽ ഏത് വർക്കാണെങ്കിലും മോസ്റ്റ് ട്രസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ് JJ ഹോംസ്. ഒരു സേഫ് ആൻഡ് വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. കാരണം നിങ്ങളുടെ ഡ്രീംസ് എന്തായാലും അത് വളരെയധികം സേഫ് ഹാൻഡ്സിലായിട്ട് കംപ്ലീറ്റ് ചെയ്യും. അതാണ് നമ്മൾ പരിചയപ്പെട്ട ഇന്നത്തെ JJ ഹോംസിലെ ജോബി. എന്താണ് നമ്മൾ പ്രഷറോട് എന്ന് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള 2 കാര്യമുണ്ട്. ഒന്ന്, വിശ്വസിക്കുക ആൾക്കാരെ. ഞാൻ ഇവിടെ വിളിക്കുമ്പോൾ നമ്മൾ ട്രസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ 2 കാര്യമുണ്ട്. അതിൽ ഒന്ന്, ഒരാളെ വിശ്വസിച്ച് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ആ വിശ്വസത്തോടെ ചെയ്യുക. രണ്ടാമത്തെ കാര്യം സാമ്പത്തികമാണ്. അത് നമുക്ക് അതിനുള്ള അനുസരിച്ചുള്ള ചെയ്യുക. അല്ലാതെ എനിക്കിൻ്റെ ആ 5000 രൂപയേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് വലിയ സ്വിമ്മിംഗ് പൂൾ വേണമെന്ന് നടക്കില്ല. അപ്പം നമുക്കുള്ള പൈസ, നമുക്കുള്ള ബഡ്ജറ്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുള്ള ഒരു ഉത്തമ രീതിയിലുള്ള ഒരു വർക്ക് ഞാൻ ചെയ്തു തരും. ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു എന്ത് ആവശ്യമായിക്കോട്ടെ അത് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തു കൊടുക്കുമോ? ഉറപ്പായിട്ടും. അവർ ആദ്യം നമ്മളോട് ഡിസ്ക്ലോസ് ചെയ്യണം എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൽ 2 കാര്യമുണ്ട്. അപ്പം എക്സാമ്പിൾ ഇപ്പം പല സാധനങ്ങൾ, പല മെറ്റീരിയൽസും കിട്ടും. വാഷ്റൂം, എക്സാമ്പിൾ വാഷ്റൂം എന്ന് വെച്ചോ. വാഷ്റൂമിൽ 500 രൂപ തൊട്ട് 2500 വരെ ഷവറുണ്ട്. അപ്പം എൻ്റെയൊക്കെ ഒരു 5000 രൂപയാണ് ബഡ്ജറ്റെങ്കിൽ, അപ്പോൾ എന്നെ ഏൽപ്പിക്കുവാണെങ്കിൽ ഞാൻ ആ രീതിയിലുള്ള അവർക്ക് ഒതുങ്ങുന്ന രീതിയിലുള്ള ബഡ്ജറ്റിൽ അത് വൃത്തിയായി ചെയ്ത് കൊടുക്കും. അതാണ് അഫോർഡബിളാണ് പൈസ. ഒരുപാട് പൈസ ഒന്നും എനിക്ക് ആവശ്യമില്ല, കുറച്ച് പൈസ മതി. ഇപ്പോൾ എവിടെ നോക്കിയാലും JJ ഹോംസിന് സ്പോൺസർഷിപ്പ് ഉണ്ട്. ഇതിൻ്റെ ഗുഡ്നെസ് എന്താ? ഗുഡ്നെസ് ഇല്ല, എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്, ചോദിക്കുന്നവരല്ല.
അപ്പം അവർക്ക് നോ പറയാൻ എനിക്ക് പറ്റത്തില്ല. കാരണം ഈ എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളായിക്കോട്ടെ, ഇവരായിക്കോട്ടെ, ഇവരെ ഒരു ടീം ആയിക്കോട്ടെ, അപ്പം ഒരാൾ ചോദിക്കുമ്പോൾ അതൊരു ബിസിനസ്സിനെ ബാധിക്കും ഒരു തോന്നൽ എനിക്കുള്ളത് മാത്രമേ സ്പോൺസർ ചെയ്യുന്നതാണ്. അതിൽ നല്ല വശം ഉണ്ടാവും, മോശം വശം ഉണ്ടാവും. കുറേ ആൾക്കാരോട് ചോദിച്ചു എന്തിനാ ഇത്ര സ്പോൺസർ ചെയ്യുന്നത്, അത് നിങ്ങളുടെ വീട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സേവിങ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കത്തില്ലേ. പക്ഷേ ഇപ്പോൾ സ്പോൺസർഷിപ്പ് ഇല്ലാതെ ഒരു ബിസിനസ് മുന്നോട്ട് പോകത്തില്ല. ഒരു മീഡിയ ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ഇപ്പോൾ എന്നെ അറിയുന്നത് ഈ സ്പോൺസർഷിപ്പ് കൊണ്ടാണ്. അതിനകത്തും നേരത്തെ നടത്തില്ല, ഞാൻ ആരും നടത്തില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട സ്ഥിതിക്ക് കുറച്ച് എന്തെങ്കിലും കേട്ടിട്ടുണ്ടാവില്ലേ, ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പരസ്യം കൊണ്ടായിരിക്കാം ജീവിക്കുന്നത്. നിങ്ങളുടെ ഈ വിലയേറിയ സമയം, അതായത് എൻ്റെ ഈ സ്ഥാപനത്തിൽ എൻ്റെ വർക്ക് പ്ലേസ് വരികയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ഞങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ഞങ്ങളോട് സംശയം തീർക്കുകയും ചെയ്താൽ നിങ്ങളുടെ ആ ഒരു അരമണിക്കൂർ സമയം ഞങ്ങൾക്കൂടി ചെലവഴിച്ച ഈ മലയാളി ചാനലിന് നിങ്ങളുടെ എല്ലാവിധ ആശംസകളും നന്ദി അറിയിക്കുന്നു. ഇത്ര വലിയ വാല്യുബിൾ ഇൻഫോർമേഷൻ തന്നത്, അതും റിനോവേഷൻ എന്നൊരു വാക്കിന് ഇത്രയധികം ഡീപ്പ് മീനിങ് ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഈ എല്ലാ ഇൻഫോർമേഷൻ തന്ന നമ്മുടെ JJ ഹോംസിന് ജോബിക്ക് വളരെയധികം നന്ദി. Your home is more than just a space. It's where memories are made, where families grow, and where dreams come to life. With years of experience in residential and commercial renovations, we bring quality craftsmanship and attention to detail to every project, no matter the size. At JJ Homes, we believe in excellence, affordability, and a seamless renovation experience from start to finish. JJ Homes, residential and commercial renovation, a name you can afford.